ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വലിയ ആവേശത്തിലാണ് നിലമ്പൂരുള്ളത്. ശക്തമായ പ്രചാരണമാണ് NDA സ്ഥാനാർത്ഥിയും പ്രവർത്തകരും കാഴ്ചവെക്കുന്നത്. അതിന് നേതൃത്വം നൽകിക്കൊണ്ട് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ നമ്മൾക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ? എല്ലാ പ്രവർത്തനങ്ങളും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ NDAയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഗൃഹയോഗങ്ങൾ, സമ്പർക്കം എല്ലാം മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ ശക്തമായി വ്യാപകമായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ പൊതുവെ ഞങ്ങൾക്ക് ഇതുവരെ നടത്താൻ സാധിക്കാത്ത രീതിയിലുള്ള ഗൃഹസമ്പർക്കങ്ങൾ, അതേപോലെ തന്നെ പ്രചരണ പരിപാടികൾ, ഇത് നന്നായിട്ട് ഈ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ പല തിരഞ്ഞെടുപ്പുകളിലും ഒരുപക്ഷെ BJPക്കും NDAക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലകളിൽ, ഉദാഹരണത്തിന് മലയോര മേഖല, ന്യൂനപക്ഷ മേഖല, ഇത്തരം പ്രദേശങ്ങളിലെല്ലാം വലിയ സ്വീകാര്യതയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ലഭിക്കുന്നത്, BJPക്കും NDAക്കും ലഭിക്കുന്നത്. ഇത് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ്. കാരണം ഇവിടെ നിലമ്പൂരിലെ ജനങ്ങൾ ഒരു വികസനം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം BJPയും NDAയും കേരളത്തിലുടനീളം ഒരു പുതിയ രാഷ്ട്രീയം അവതരിപ്പിക്കുന്നുണ്ട്. അത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. മാറാത്തത് ഇനി മാറും എന്നുള്ളതാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ ഒരു രാഷ്ട്രീയം തന്നെയാണ് ഞങ്ങൾ നിലമ്പൂരിലും വോട്ടർമാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു വികസിത കേരളം, വികസിത നിലമ്പൂർ എന്ന എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള, അതോടൊപ്പം കഴിഞ്ഞ 11 വർഷക്കാലത്തിനുള്ളിൽ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പാക്കി കാണിച്ച ഈ ഒരു രാഷ്ട്രീയമാണ് ഞങ്ങൾ ഇവിടെ വോട്ടർമാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ 6.5 പതിറ്റാണ്ട് കാലത്തെ ദുർഭരണത്തിലൂടെ ഈ കേരളത്തെയും പ്രത്യേകിച്ച് നിലമ്പൂരിനെയും ഒരു അവികസിത മേഖലയാക്കി അധപ്പതിച്ചിട്ടുള്ള ഇരു മുന്നണികളെ ജനങ്ങൾ തിരിച്ചറിയുന്നു. NDA ജനങ്ങൾ മനസ്സിലാക്കുന്നു, BJPയെ ജനങ്ങൾ മനസ്സിലാക്കുന്നു, നരേന്ദ്രമോദിജിയെ ജനങ്ങൾ സ്വീകരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ NDA സാരഥിയായിട്ടുള്ള, സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് അനുകൂലമായി ജനവിധി ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മണ്ഡലത്തിൽ ആദ്യം തുടക്കത്തിലൊരു സാഹചര്യം മാറി. ഒരുപക്ഷെ വികസന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിനപ്പുറത്തേക്ക് ഇപ്പോൾ മതവും ജാതിയും പറഞ്ഞുള്ള അല്ലെങ്കിൽ പരാമർശങ്ങൾ ഏറ്റെടുത്ത് ഒരു വിവാദം മാത്രം ചർച്ച ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ഇടത് വലത് മുന്നണികൾ മാറിയിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. കാരണം വികസന രാഷ്ട്രീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിലമ്പൂരിലെ വികസനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കോൺഗ്രസും CPMും അല്ലെങ്കിൽ UDFും LDFും ആഗ്രഹിക്കുന്നില്ല. ഇപ്പം നിലമ്പൂരിൻ്റെ വികസനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും LDFും UDFും വിചാരണ ചെയ്യപ്പെടും. കാരണം ഇവിടെ 65 കൊല്ലക്കാലത്തെ വികസനത്തെക്കുറിച്ച് LDFിനോ UDFിനോ ഒന്നും സംസാരിക്കാനില്ല. ഉദാഹരണത്തിന് ഇവിടെ 2 പതിറ്റാണ്ട് കാലം മുമ്പ് ആരംഭിച്ച ഒരു ബൈപ്പാസ് ഉണ്ട്, ഇതുവരെ കാട് പിടിച്ച് കിടക്കുകയാണ്. എന്തുകൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് നിലമ്പൂരിലെ വോട്ടർമാർ ചോദിച്ചാൽ എന്താ CPMന് ഉത്തരം പറയാൻ സാധിക്കുക? എന്താ കോൺഗ്രസിന് ഉത്തരം പറയാൻ സാധിക്കുക? അപ്പോൾ ബൈപ്പാസ് പ്രശ്നം ചർച്ച ചെയ്യരുത്. ഇവിടെ ഒരു ഗവൺമെൻറ് കോളേജ് ഉണ്ട്. ഓരോ 2 വർഷവും ഓരോ പ്രദേശത്താണ് അതിൻ്റെ പ്രവർത്തനം. കാരണം സ്വന്തമായി കെട്ടിടമില്ല. എന്തുകൊണ്ടാണ് ഈ 2 പതിറ്റാണ്ട് കാലമായിട്ട് ഈ നിലമ്പൂരിലെ ഗവൺമെൻറ് കോളേജിന് കെട്ടിടമില്ല എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസിനും അതുപോലെ തന്നെ CPMനും ഉത്തരം പറയാനില്ല. അതേപോലെ തന്നെ ഇവിടുത്തെ ഏറനാടും നിലമ്പൂരും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു പാലമുണ്ട്. 2 തവണ തറക്കല്ലിട്ടതാണ്. ഇതുവരെ ഒരു കിൻഡൽ കമ്പി പോലും ആ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടില്ല. എന്തുകൊണ്ട് നടപ്പാകില്ല എന്ന് ചോദിച്ചാൽ അത് നിലമ്പൂരിലെ വികസനത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. അതിന് കോൺഗ്രസിനും CPMനും ഉത്തരവില്ല. അപ്പം ഈ നിരവധി വികസന പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി ചർച്ച ചെയ്താൽ അത് കോൺഗ്രസിനെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും വിചാരണ ചെയ്യുന്നിടത്താണ് എത്തുക. അതുകൊണ്ട് വികസന രാഷ്ട്രീയത്തെ മറച്ചു വെച്ചുകൊണ്ട് മതരാഷ്ട്രം ഇതെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. മാത്രമല്ല, കോൺഗ്രസും അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ UDFും LDFും തീവ്രവാദ സംഘടനകളെ വീതം വെച്ചെടുക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് പരസ്യമായി കൈകോർക്കുകയാണ്, സഖ്യത്തിലാണ്, സഹകരണത്തിലാണ്. അതേപോലെ തന്നെ അതേ തീവ്രവാദ സംഘടനയായിട്ടുള്ള മുൻപത്തെ ISSൻ്റെ ഇന്നത്തെ രൂപമായ PDPയുമായിട്ട് ഇടതുപക്ഷ മുന്നണി, CPM, LDF രാഷ്ട്രീയ സഖ്യത്തിൽ ഇപ്പോൾ വീതം വെച്ചെടുക്കുകയാണ്.
ഇത് ഈ രണ്ട് തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള ഭരണകക്ഷിയായിട്ടുള്ള CPM-ഉം LDF-ഉം മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് UDF-ഉം തമ്മിൽ ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് സഖ്യം, അത് ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് 19 കഴിഞ്ഞാലും അത് കേരളത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യം സംശയമില്ല. കാരണം പഹൽഗാം കൂട്ടക്കൊല നടന്നിട്ട് ആഴ്ചകളെ ആയിട്ടുള്ളൂ. മതം നോക്കിയാണ് പഹൽഗാമിൽ പാക് തീവ്രവാദ സംഘടനകൾ നമ്മുടെ നിരപരാധികളായ നിഷ്കളങ്കരായിട്ടുള്ള നിരായുധരായിട്ടുള്ള ആളുകളെ കൊലപ്പെടുത്തിയത്. ഈ പഹൽഗാം നിരപരാധികളെ കൊലപ്പെടുത്തിയ പാക് തീവ്രവാദ സംഘടനകൾ അവരെ അനുകൂലിക്കുന്നവരാണ്. അവരുടെ കേരള പതിപ്പാണ് അല്ലെങ്കിൽ ഇന്ത്യൻ പതിപ്പാണ് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ PDP-യും. അപ്പോൾ പഹൽഗാമിൽ മതം നോക്കി കൂട്ടക്കൊല നടത്തിയവരെയാണ് ഒരു MLA സ്ഥാനത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കൂട്ടുപിടിച്ചിരിക്കുന്നത്. സത്യത്തിൽ വികസനത്തിന് അനുകൂലിക്കുന്നവർ, അംഗീകരിക്കുന്നവർ, രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും അതുപോലെ മതനിരപേക്ഷതയ്ക്കും മതസൗഹാർദ്ദത്തിനും അനുകൂലിക്കുന്നവർ ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം നിൽക്കും. അതുകൊണ്ട് തന്നെ വികസനത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന, ദേശസ്നേഹത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന, രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഒരുമിച്ച് നിൽക്കുന്ന NDA-യോടൊപ്പം അണിനിരക്കാനും NDA സാരഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്താനും തയ്യാറാകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മാറാത്തത് ഇനി മാറും എന്നുള്ളതായിരിക്കും ഈ നിലമ്പൂരിലെ ജനവിധി നൽകുന്ന മലയാളികൾക്ക് നൽകുന്ന സന്ദേശം എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. ഇതാണ് എന്തൊക്കെ വിവാദ വിഷയങ്ങൾ ഉയർത്തി ചർച്ച ചെയ്താലും വികസനം മുൻനിർത്തി മുന്നോട്ട് പോകാനും ദേശസ്നേഹം മുൻനിർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് BJP-യുടെയും NDA-യുടെയും തീരുമാനം. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്.